SDPI എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗവും CPM-ഉം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെയും നിരവധി ആരോപണങ്ങളും പരാതികളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എങ്ങനെ യോജിക്കുന്നു തുടങ്ങിയ ഇതിനകത്ത് സഖാക്കൾക്കുമൊക്കെ തന്നെ ഇതിനകത്ത് എതിർപ്പുകളുണ്ട്. പക്ഷേ SDPI-യുമായി യോജിച്ചാണ് പലയിടത്തും പല രാഷ്ട്രീയ ഇടപാടുകളും ഡീലുകളുമൊക്കെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI-യുമായുള്ള ഡീലിൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ മറിച്ചതായി അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി മറിച്ചതായുള്ള ചില ആരോപണങ്ങൾ പുറത്തു വരുന്നു. അതായത് SDPI-യുടെ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഏതാണ്ട് 2 കോടിയോളം രൂപ CPM നൽകി എന്നും SDPI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കായംകുളം പള്ളിക്കൽ, അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. തുളസീധരൻ പള്ളിക്കൽ പറയുന്നത് അതാണ്. 2 കോടി രൂപ വീതമാണ് ഓരോ ജില്ലയിൽ നിന്നും SDPI ജില്ലാ കമ്മിറ്റി വാങ്ങിയത് എന്ന് പറയുന്നു. എന്തായാലും കൊള്ളാം. ഇതാണ് ഇവരുടെ ഡീൽ. ഈ ഡീല് തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരം CPM-ന്റെ പരാജയ കാരണങ്ങളിൽ ഒന്ന് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഈ തീവ്രവാദ സ്വഭാവമുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുമായിട്ടുമുള്ള ഡീലാണ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പം മറ്റു പാർട്ടികൾ പരസ്പരം ഡീലുണ്ടാക്കും, അല്ലെങ്കിൽ ചെറിയ സംഘടനകളുമായി ഡീലുണ്ടാക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടും, അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗം മൊത്തം നമുക്ക് ഇങ്ങോട്ട് ചേരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവരുമായി ഡീല് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് SDPI-ക്ക് 14 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകണം. അപ്പോൾ 14 ഗുണം 2 28 കോടി രൂപ. ഈ 28 കോടി രൂപ CPM-ന് ഇവിടുന്ന് കിട്ടി. CPM പാർട്ടി ഫണ്ട് പിരിച്ചതാണ്, അല്ലെങ്കിൽ ഇത് ജനങ്ങളുടെ പൈസ സർക്കാരിൽ നിന്ന് വകമാറ്റി വല്ലതും പാർട്ടിയിലേക്ക് എടുത്തതാണ്. CPM-ന് ഏതായാലും കായ് പോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ മരങ്ങളിൽ നിന്ന് പണം പറിച്ചെടുക്കാനുള്ള മരമൊന്നും തിരുവനന്തപുരം പാളയം AKG സെന്ററിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു ഡീലാണ്. ഇതും ഒരു ഡീലാണ്, ഭാവിയിലേക്കുള്ള ഒരു ഡീലാണ്. അതായത് ഭാവിയിൽ ഇത്തരം ക്ഷുദ്രശക്തികൾ, ഇത്തരം തീവ്രവാദ ശക്തികൾ ശക്തി പ്രാപിക്കുമെന്നും അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടുമെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അന്നേരം സഹായിക്കുന്നതിനായുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 കോടി രൂപ CPM SDPI ജില്ലാ കമ്മിറ്റികൾക്ക് കൊടുത്തത് എന്ന് പറയേണ്ടി വരും, അത് സത്യമാണെങ്കിൽ. എന്തായാലും ഡീലുകൾ നടക്കട്ടെ. മത തീവ്രവാദികളാകട്ടെ, ആരുമാകട്ടെ, CPM-ന് ഇത്തരം ആളുകളുമായി ഡീൽ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. പക്ഷേ തീക്കൊള്ളി കൊണ്ടാണ് തലച്ചൊറിയുന്നത് എന്നുള്ള കാര്യം CPM വഴി അറിഞ്ഞുകൊള്ളും. നമ്മൾ അതിനകത്ത് മറ്റ് വിശദീകരണങ്ങളൊന്നും നൽകുന്നില്ല. പിന്നെ ഈ പണം എവിടുന്ന് എന്നുള്ള കാര്യം സഖാക്കളെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം.